ഞാൻ ഈ SK-40 യാത്രക്കിടയിൽ അത്ഭുതപ്പെട്ടു പോയൊരു സ്ഥലമാണ് നമ്മുടെ ഈ രാസലഹരി കടത്തിൻ്റെ കവാടങ്ങളിലൊന്ന് എന്ന് നമുക്ക് മനസ്സിലായ വയനാട്ടിലെ ബാവലി ചെക്ക് പോസ്റ്റ്. യഥാർത്ഥത്തിൽ അവിടെ തടിച്ചുകൂടിയ ജനങ്ങൾക്കിടയിൽ തന്നെ ഈ MDMA വിൽപ്പനക്കാരുണ്ടായിരുന്നു എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അതിൽ ഒന്ന് രണ്ട് ചേട്ടന്മാർ എനിക്ക് കൈ തരികയും ചെയ്തു. കൈ തന്നിട്ട് എൻ്റെ മുഖത്തേക്ക് തറപ്പിച്ച് നോക്കിയിട്ട് ഒരു ചേട്ടൻ പറഞ്ഞത്, എന്തിനാ ചേട്ടാ ഈ വെറുതെയുള്ള ഈ പണിക്കിറങ്ങിയത് എന്ന് ചോദിച്ചു. മാത്രമല്ല ഈ ബാവലി ചെക്ക് പോസ്റ്റാണ് യഥാർത്ഥത്തിൽ ഈ കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് MDMA ഉൾപ്പെടെയുള്ള രാസലഹരി കടത്തിക്കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നത്. ജീവൻ പണയം വെച്ചാണ് ഇവിടെ ഉദ്യോഗസ്ഥന്മാർ ലഹരിവേട്ട നടത്തുന്നത്. വലിയൊരു മാഫിയ സംഘമാണ് ഈ ബാവലി ചെക്ക് പോസ്റ്റിൽ കറങ്ങി നടക്കുന്നത്. മതിയായ ഒരു സൗകര്യമില്ലാത്ത മറ്റൊരു ചെക്ക് പോസ്റ്റ് സംസ്ഥാനത്തെങ്ങും കാണാൻ കഴിയില്ല. രാവിലെ 7 മണിക്കും 6 മണിക്കും വരുന്ന ഈ എക്സൈസ് ജീവനക്കാർക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ പോലും ഉള്ള സൗകര്യങ്ങൾ അവിടെ ഇല്ല. വൈകുന്നേരം 7-8 മണിക്കാണ് ഓരോ ആളും പോകുന്നത്. മാത്രമല്ല വനത്തിലെ ചില ദുരൂഹമായ റൂട്ടുകൾ വഴിയാണ് മൈസൂരിൽ നിന്നും കർണാടകത്തിൽ നിന്നും ഈ രാസലഹരി കേരളത്തിലേക്ക് കടത്തുന്നത്. വലിയ കടത്താണ് അവിടെ നടക്കുന്നത്. ഞാനവിടെ ഒരു കാര്യം പറഞ്ഞിരുന്നു. സർക്കാർ സമ്മതിച്ചാലും വൈദ്യുതവകുപ്പ് സമ്മതിച്ചാലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. ഇവർക്ക് വേണമെങ്കിൽ സ്ഥലം തരാമെങ്കിൽ ഒരു കെട്ടിടം കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞു. കയറി നിൽക്കാനും ഈ സൂര്യൻ കത്തിയിറങ്ങുന്ന സമയത്ത് ഒരു തണലായിട്ട് കയറി നിൽക്കാനും അവർക്ക് പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യാനും മാത്രമുള്ള ഒരു ചെറിയ സൗകര്യം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ ഇതുവരെ നമുക്ക് റെസ്പോൺസ് ലഭിച്ചിട്ടില്ല. നമ്മൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും ഈ കാര്യം കൊണ്ടുവരും. ഈ വാർത്തയിലേക്ക് ഇത് ബാവലി ചെക്ക് പോസ്റ്റ്. പുഴയ്ക്ക് കുറുകെയുള്ള പാലം കടന്നാൽ കർണാടകയാണ്, മൈസൂരു ജില്ല. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്കൊഴുകുന്ന രാസലഹരിയുടെ കൈവഴിയാണ് ഈ ചെക്ക് പോസ്റ്റ്. ഇവിടെ എക്സൈസ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത് ജീവൻ പണയം വെച്ച്. അത്യാവശ്യം വേണ്ട സൗകര്യം പോലും ഇവിടെയില്ല, ഒരു ശുചിമുറി പോലും. പരിശോധനയ്ക്കിടെ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ ലഹരി മാഫിയയുടെ ആക്രമണത്തിന് ഇരയായ ഇടം കൂടിയാണ് ബാവലി ചെക്ക് പോസ്റ്റ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് ഈ ചെക്ക് പോസ്റ്റിനെ സാരമായി ബാധിക്കുന്നത്. അവർക്ക് അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്ന കുടിക്കാനുള്ള വെള്ളമോ അല്ലെങ്കിൽ ബാത്റൂം സൗകര്യങ്ങളോ അത്തരത്തിലുള്ള ഒരു സംവിധാനവും ഈ ബാരിക്കേഡുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചെക്ക് പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഇല്ല. ആ ബാരിക്കേഡിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണും. ഇങ്ങനെ ബാരിക്കേഡ് വെക്കാതെ ഇവിടെ ഈ ലഹരി മാഫിയെ പിടിക്കുന്നതിന് വേണ്ടി എക്സൈസ് ഉദ്യോഗസ്ഥർ തയ്യാറാവുമ്പോൾ അവരുടെ ജീവൻ ഒരു എന്താ പറയുക, അവരുടെ ജീവൻ ഒരു സുരക്ഷയുമില്ല എന്നുള്ളതാണ്. ലഹരി മാഫിയ സംഘങ്ങൾ സ്ത്രീകളെ കവചമാക്കി ഉപയോഗിക്കുന്നുണ്ട്. ലഹരിക്കടത്തിൽ സ്ത്രീകൾ ഉൾപ്പെടുന്നുമുണ്ട്. എന്നാൽ ഈ ചെക്ക് പോസ്റ്റിൽ വനിതാ ജീവനക്കാരില്ലാത്തത് പരിശോധനയ്ക്ക് തടസ്സമാകുന്നു. പരിശോധനയ്ക്കിടയിൽ സിവിൽ എക്സൈസ് ഉദ്യോഗസ്ഥൻ ജയ്മോനെ ലഹരിക്കടത്ത് സംഘം ആക്രമിച്ചത് കഴിഞ്ഞ മാസം. വാഹനം നിർത്താനാവശ്യപ്പെട്ടപ്പോൾ ഇടിച്ചു തെറിപ്പിച്ചു. ഇവിടുന്ന് അത് ഒരു AC-യെ അടിച്ച് കാല് പൊട്ടിച്ചിട്ട് അന്ന് വെള്ളിയാഴ്ച ഇവിടുന്ന് ആ ജുമാൻ്റെ സമയത്ത് നിസ്കരിക്കാൻ പോയ ഞാനടക്കമുള്ള ആൾക്കാരെ ഓടി വന്നിട്ട് എടുത്തിട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ ആ കേസ് വെറുതെ വിട്ടുപോവാണ്. സങ്കടം തോന്നുകയാണ്. വെച്ചാൽ ഇന്ന് ആ മനുഷ്യൻ നടക്കാൻ പറ്റുന്നില്ല. അയാൾക്ക് ആത്മാർത്ഥമായി സേവനം ചെയ്ത ആളാണ്. ഇന്നത്തെ ഒരു AC അറ്റൻഡ് ജിമ്മി എന്ന് പറയുന്നത് അദ്ദേഹം ഇതുപോലെ പ്രതികളെ പിടിക്കാൻ പറ്റുന്ന ഞൊണ്ടിയടക്കം കാല് പൊട്ടിപ്പോയിട്ട്. MDMA അടക്കമുള്ള രാസലഹരികളും കഞ്ചാവും ബസ്സുകളിലും ചരക്ക് വാഹനങ്ങളിലും അടക്കം അതിർത്തി കടന്നെത്തുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ പരിശോധനാ സംവിധാനം കാര്യക്ഷമമാക്കേണ്ടത് അനിവാര്യം. ഒപ്പം ജനകീയ പങ്കാളിത്തത്തോടെയുള്ള പ്രതിരോധ മാർഗങ്ങളും. 24 വയനാട്. ഈ ബാവലി ചെക്ക് പോസ്റ്റിനടുത്ത് എൻ്റെ കൈ കയറി പിടിച്ചപ്പോൾ ഞാൻ പേടിച്ചു പോയെന്ന് ശ്രീരാജ് കാലിക്കട്ടെന്ന് ചോദിക്കുന്നു. ഈ നമ്മൾ സഞ്ചരിച്ച ചില വഴികളിൽ, പ്രത്യേകിച്ച് ചില താവളങ്ങളിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള ഈ രാസലഹരി വിൽപ്പനക്കാരും കഞ്ചാവ് വിൽപ്പനക്കാരും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അവരെയൊക്കെ നമ്മൾ ഭയന്ന് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലൂടെ യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ പേടിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, നമ്മൾ നേരത്തെ തീരുമാനിച്ചാണ് ഇത്തരം സംഘങ്ങളുടെ ഭീഷണികളെ ഒന്നും നമ്മൾ അവർക്ക് മുന്നിൽ മുട്ടുമടക്കില്ല. മാത്രമല്ല ഈ ബാവലി ചെക്ക് പോസ്റ്റിനടുത്ത് ഒരു ചെറിയ പാലമുണ്ട്. ഈ പാലം കർണാടകത്തിലേക്ക് തുറക്കുന്ന പാലമാണ്. ഈ പാലം വഴിയാണ് ഈ രാസലഹരി പലതും വരുന്നത്. അതുകൂടാതെ വനത്തിൻ്റെ ഉള്ളിലൂടെയുള്ള റൂട്ടുകളും വഴി വരുന്നുണ്ട്. ഈ 6-7 സ്ഥലങ്ങൾ വനത്തിൻ്റെ ഭാഗത്ത് ഈ ഊടുവഴികളുണ്ട്. ഈ ഊടുവഴികൾ വഴിയാണ് നമ്മുടെ ചെറുപ്പക്കാരെ നശിപ്പിക്കുന്ന രാസലഹരിയുടെ പ്രവാഹം ഉണ്ടാകുന്നതെന്ന് അറിയുക. സുർജിത്ത് അയ്യപ്പത്ത് തത്സമയം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സുർജിത്ത്, യഥാർത്ഥ ഈ മാഫിയ സംഘം കരുത്തരാണെന്ന് നമുക്കറിയാം. എന്നാൽ അവരെ കയ്യാമം വയ്ക്കാൻ പലപ്പോഴും കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്?
SKN, ഈ കേരളത്തിലേക്ക് കടന്നു വരുന്ന രാസലഹരിയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് അതിർത്തി ചെക്ക് പോസ്റ്റുകളാണ്. അതിൽ കർണാടക കേന്ദ്രീകരിച്ചുള്ള ചെക്ക് പോസ്റ്റുകളാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതായത് ബാവലി, തോൽപ്പെട്ടി, അതോടൊപ്പം തന്നെ മുത്തങ്ങ അടക്കമുള്ള ചെക്ക് പോസ്റ്റുകളുണ്ട്. ഇവിടെയെല്ലാം തന്നെ പരിശോധനകൾ നടക്കുന്നുണ്ട്. പക്ഷേ എക്സൈസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ബാവലിയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്നതായി നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ട കാര്യമാണ്. കാരണം ഉദ്യോഗസ്ഥരുടെ എണ്ണം പരിമിതി ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ പരിശോധനാ സംവിധാനത്തിൻ്റെ അവർക്ക് വിശ്രമം അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങളുടെ ഒരു അപര്യാപ്തത ബാവലി ചെക്ക് പോസ്റ്റിൽ നേരിടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. നാട്ടുകാർ ഉന്നയിച്ച കാര്യമാണ്. അവിടെ വെച്ചാണ് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ ലഹരി മാഫിയയുടെ ആക്രമണത്തിന് വിധേയനാകേണ്ട അവസ്ഥ വന്നത്. ജയ്മോൻ എന്ന് പറയുന്ന എക്സൈസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്ന തരത്തിലേക്ക് ലഹരി മാഫിയ സംഘം വളരുന്ന അവസ്ഥയിലേക്ക് മാറിയ ഒരു ഇടം കൂടിയാണ് ഈ ബാവലി എന്ന് പറയുന്ന ഈ ചെക്ക് പോസ്റ്റ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാംഗ്ലൂരു കേന്ദ്രീകരിച്ചുള്ള MDMA റാക്കറ്റുകളും മറ്റും ആണ് കേരളത്തിലേക്ക് ലഹരി കടത്തുന്നത്. പക്ഷേ വയനാട്ടുകാർ ഇത് ഉപയോഗിക്കുന്നതായി അത്തരത്തിൽ വ്യാപകമായ ഉപയോഗമൊന്നും വയനാട്ടിൽ നടക്കുന്നില്ല. പക്ഷേ ഇവിടെ നിന്നും ആ ചെക്ക് പോസ്റ്റ് കടന്നു പോകുന്നത് താഴെയുള്ള ജില്ലകളിലേക്കാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എക്സൈസിൻ്റെ ഒഫീഷ്യൽ മീഡിയ ഗ്രൂപ്പിൻ്റെ ആ ഒരു കണക്കുകൾ ഈ ബാവലി ചെക്ക് പോസ്റ്റിന് അവർക്ക് പ്രാഥമിക സൗകര്യം നൽകാൻ കഴിയുന്ന ഒരു കെട്ടിടം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ പറഞ്ഞെങ്കിലും അത് നമ്മുടെ ഈ വാഗ്ദാനത്തോട് ആരും പ്രതികരിച്ച് കണ്ടില്ല. താങ്കൾ ഒരിക്കൽ കൂടി അത് ഫോളോ ചെയ്യുക. നമ്മളത് തയ്യാറാണ്. കാര്യം സ്ഥലം കിട്ടിയാൽ നമുക്കത് ചെയ്തു കൊടുക്കാം. കാര്യം അവിടെ ഈ എക്സൈസിനെയും പോലീസിനെയും ശക്തമാക്കിയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്നുള്ളതറിയാം. മാത്രമല്ല വയനാട് എന്ന് പറഞ്ഞാൽ അവിടെ ആളുകൾ വളരെ കുറച്ച് ഇത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് നമുക്കറിയാം. അതൊരു ട്രാൻസിറ്റ് പോയിൻ്റാണ്. അതുവഴി മറ്റുള്ള ജില്ലകളിലേക്ക് കടത്തിക്കൊണ്ടുവരാനാണ് ഈ സ്ഥലം ഉപയോഗിക്കുന്നത്. സുർജിത്ത്, മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഇത് ഈ പ്രദേശം എന്ന് പറയുന്നത് അതായത് ഈ കൊളവള്ളി മുതൽ ബാവലി വരെയുള്ള ഈ കബനിപ്പുഴ കടന്നു പോകുന്ന ഭാഗങ്ങളുണ്ട്. ഒരുപക്ഷെ വേനൽക്കാലത്തെല്ലാം തന്നെ വരണ്ട അവസ്ഥയാണ് ഈ കബനിയുടെ പല ഭാഗത്തും ഉള്ളത്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഇത് കടത്താൻ വേണ്ടി കഴിയും. അത് പുഴയൊന്ന് ക്രോസ് ചെയ്താൽ കേരളത്തിലേക്ക് ലഹരി കടത്താൻ പറ്റും. അവിടെയൊന്നും ഈ രാത്രികളിലൊന്നും പരിശോധന കാര്യക്ഷമമായി നടക്കാത്തൊരവസ്ഥ കൂടിയുണ്ട്. പുൽപ്പള്ളി കേന്ദ്രീകരിച്ച് ഒരു എക്സൈസ് പോയിന്റ് വേണം, അതൊരു ഓഫീസ് സ്വഭാവത്തിൽ തന്നെ വേണം എന്നുള്ള ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ബത്തേരിയിൽ നിന്ന് വേണം എക്സൈസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് പോകാൻ. അങ്ങനെ ഒരു പ്രതിസന്ധിയുണ്ട്. അത്തരം കാര്യങ്ങളാണ് വേണ്ടത്. എന്തായാലും ഇത് ഒരു കൂട്ടായ രീതിയിൽ തന്നെ എല്ലാവരും ചേർന്ന് എടുക്കേണ്ട ഒരു മുന്നൊരുക്കമാണ്. ഇതിനെതിരായിട്ടുള്ള സിന്തറ്റിക് ലഹരിക്കെതിരായിട്ടുള്ള യുദ്ധം എന്ന് പറയുന്നത് കൂട്ടായ രീതിയിൽ തന്നെ വേണം. അതിൽ ജനപ്രതിനിധികളും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരും നാട്ടുകാരും എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടുള്ള പോരാട്ടമാണ് വേണ്ടത്. അത്തരം പോരാട്ടത്തിലേക്ക് ഊന്നൽ നൽകുന്ന വിധത്തിലുള്ള ചർച്ചകളാണ് ഉയർന്നു വരേണ്ടതും. SKN സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ഈ ബാവലി പള്ളി അവിടെയുണ്ട്. ആ പള്ളിയുടെ ഭാരവാഹികളെ നമ്മളന്ന് കണ്ടിരുന്നു. നിങ്ങൾ കൂടി ഇതിൽ ഒരു നേതൃത്വം കൊടുക്കണം. കാര്യം അവിടുന്ന് ലഹരി മാഫിയ സംഘങ്ങളുടെ വേരർത്ഥം വീഴ്ത്താൻ തീർച്ചയായിട്ടും ഈ ബാവലി പള്ളിയുടെ അധികൃതർ അവർ വളരെ ഇതായിട്ട് ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കുന്നുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഇടപെടൽ കൂടി വേണം. ഇനി വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഷംസാദ് മരക്കാർ, ഗുഡ് മോർണിംഗ്. താങ്കൾ സുഖമായിരിക്കുന്നല്ലോ. എന്താണ് നമ്മുടെ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെയും അതുപോലെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഒക്കെ തീരുമാനം ഈ കാര്യത്തിൽ? ഗുഡ് മോർണിംഗ് SKN, സുഖമായിരിക്കുന്നു. ഞാൻ സുർജിത്ത് പറഞ്ഞു നിർത്തിയ സ്ഥലം തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് വയനാടിന്റെ ഒരു അതിർത്തി ഗ്രാമങ്ങൾ, പ്രത്യേകിച്ച് സുർജിത്ത് അവസാനിപ്പിച്ച പെരിക്കല്ലൂർ കടവ് ഒരു പുതിയ ലഹരിയുടെ ഒരു ട്രാൻസിറ്റ് വഴിയായി മാറുന്നുണ്ട്. കാരണം അവിടുന്ന് തോണിക്കടത്താണ്. നമുക്കൊരു 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കർണാടകയിൽ എത്താനുള്ള സാഹചര്യം ഉണ്ടാവും. തിരിച്ച് നമുക്കൊരു 10 രൂപ കൊടുത്താൽ വരാൻ കഴിയും. അവിടെ നമുക്ക് പോലീസ് ചെക്ക് പോസ്റ്റോ അല്ലെങ്കിൽ എക്സൈസിന്റെ ചെക്ക് പോസ്റ്റോ മറ്റ് സൗകര്യങ്ങളോ ഇല്ല നിലവിൽ. അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് ചില നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ഒരു ക്യാമറ സ്ഥാപിക്കുന്ന അടക്കം ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുന്ന അടക്കമുള്ള പ്രവർത്തികളിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ താങ്കൾ നേരത്തെ പറഞ്ഞ ബാവലി ചെക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലഹരി മരുന്നുകൾ പിടിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെ അടിസ്ഥാന സൗകര്യം ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. താങ്കൾ വയനാട്ടിൽ വന്ന സമയത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ശ്രദ്ധയിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അവിടെ സ്ഥലത്തിന്റെ ചില പരിമിതികൾ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കെട്ടിടങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. ആ കെട്ടിടങ്ങളും സൗകര്യങ്ങളും അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിയുടെ സ്ഥലവും ആരെങ്കിലും ഒരു സ്ഥലം അവൈലബിൾ ആക്കി അവിടെ കുറച്ചുകൂടി സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്തണം. കാരണം ഈ സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി ജോലി ചെയ്യാനുള്ള ഒരു ഇടമായി അത് മാറുകയുള്ളൂ. അപ്പൊ അത് നമുക്ക് അവിടെ ചെയ്യണം. അത് താങ്കൾ പറഞ്ഞതുപോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിലും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും അവിടെ നമുക്ക് നല്ല രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ ഉണ്ടാകും. ആളുകളോട് നമുക്ക് സംസാരിക്കാം. ഫോറസ്റ്റിന്റെ ഒരു കെട്ടിടത്തെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതും അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റിയുടെ സ്ഥലമോ
നമുക്ക് ലഭ്യമാകൂ എന്നുള്ളത് ഒരു 2 ദിവസം കൊണ്ട് തന്നെ നമുക്ക് അതിനകത്തൊരു സംശയം നടത്താമെന്ന് ഉറപ്പ് നൽകുന്നു. വളരെ നന്ദി. വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസാദ് മരക്കാരാണ് സംസാരിച്ചത്. ഇനി ബാവലിയിലെ ഗവൺമെന്റ് സ്കൂൾ PTA പ്രസിഡന്റ് കൂടി നമുക്കൊപ്പം ചേരുന്നു മുഹമ്മദ് അൻസാർ. ഗുഡ് മോർണിംഗ് മുഹമ്മദ് അൻസാർ. യഥാർത്ഥത്തിൽ നിങ്ങളുടെയൊക്കെ ഒരു ഇടപെടൽ കൊണ്ട് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യമായ സംഭവം നടത്താൻ പറ്റൂ? അത് സാറേ, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ കേരള കർണാടക അതിർത്തി പങ്കിടുന്ന വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചെക്ക് പോസ്റ്റുകളിൽ ഒന്നാണല്ലോ നമ്മുടെ ഭാവിയിലുള്ളത്. ഇവിടെ രാവിലെ 6 മണിക്ക് റോഡ് ഓപ്പൺ ആയാലും വൈകുന്നേരം 6 മണിക്കാണ് ക്ലോസ് ചെയ്യുന്നത്. ഏകദേശം 12 മണിക്കൂറാണ് ഇതിലെ ഗതാഗത സൗകര്യം ഉള്ളത്. ഒരു അന്തർ സംസ്ഥാന പാത, അതായത് മൈസൂർ ബാംഗ്ലൂർ യാത്രക്കാർക്കും അവിടുന്ന് തിരിച്ച് കേരളത്തിലേക്കും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയുന്ന ഒരു പാത എന്ന നിലയ്ക്ക് ഈ വഴി ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 പാതയാണിത്. അതേപോലെ കർണാടകയിൽ ഉപരിപഠനം നടത്തുന്ന ധാരാളം വിദ്യാർത്ഥികളും കേരളത്തിൽ അവിടെ ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന കൃഷിക്കാരും പിന്നെ അതേപോലെ തന്നെ ടൂറിസ്റ്റുകളും കച്ചവടക്കാരും അടക്കം ധാരാളം ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു അന്തർ സംസ്ഥാന പാതയാണ്. ഇവിടുത്തെ പരിമിതികളെ പറ്റി അന്ന് SKN സാറ് തന്നെ ആ ലഹരിവിരുദ്ധ യാത്രയിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിരുന്നതാണല്ലോ. ഇവിടെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അത് വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരായാലും എക്സൈസിലായാലും അവരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ കേരളത്തിലെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ MDMA വേട്ട നടന്ന ഒരുപക്ഷെ ഇവിടെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെയെല്ലാം പ്രാധാന്യം ഉണ്ടായിട്ടും ഇവിടെ നമുക്ക് അവരുടെ ഉദ്യോഗസ്ഥരുടെ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനമില്ല. അന്ന് കണ്ടതായിരുന്നല്ലോ, ഒരു കണ്ടെയ്നർ, ഒരു ഇരുമ്പിന്റെ എന്താ ഒരു കണ്ടെയ്നർ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ പകലും ഇരിക്കാൻ പറ്റില്ല, രാത്രിയിലും പറ്റാത്ത ഒരു അവസ്ഥയാണ്. അതിനാണ് നമ്മൾ അന്ന് ഒരു കെട്ടിടത്തെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നത്. ഇത് ഒരു നല്ല ഇടപെടൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാലും വളരെ നന്നായിരിക്കും. തീർച്ചയായിട്ടും മുഹമ്മദ് അൻസാർ, ബാവലി ഗവൺമെന്റ് സ്കൂളിലെ PTA പ്രസിഡന്റാണ് മുഹമ്മദ് അൻസാർ. എന്തായാലും ഈ ബാവലി പോലെയുള്ള നമ്മുടെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ കാര്യങ്ങൾ കർക്കശമായി മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ MDMA പോലുള്ള രാസലഹരി കേരളത്തിലേക്ക് ഒഴുകുന്നത് നമുക്ക് തടയാൻ കഴിയൂ. ആ പ്രദേശം യഥാർത്ഥത്തിൽ ആ പ്രദേശത്ത് കൂടി ഒഴുകുന്ന രാസലഹരിക്ക് കണക്കില്ല എന്നുകൂടി നമ്മൾ അറിയുക.